ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിയും കുമ്പളങ്ങയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 3 സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 3 പച്ചമുളക്, 1/2 കിലോ ചിക്കൻ നന്നായിട്ട് മസാല പുരട്ടി വെച്ചേക്കുന്നതാണ്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിൽ കുറച്ച് പെരിഞ്ജീരകം, പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ചിക്കൻ പുരട്ടിയതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടെ വേവിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയും പെരിഞ്ജീരകവും കൂടെ ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കുക. ചിക്കനും കുമ്പളങ്ങയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറിയിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ കോഴിയും കുമ്പളങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ.